നെയ്യാറ്റിൻകര ആറാലും മൂടുള്ള കേരള ഓട്ടോമൊബൈൽസ്. ഈ കെടുകാര്യസ്ഥത എന്ന് പറയുന്നില്ലേ, ആ കെടുകാര്യസ്ഥത എന്താണെന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ കാരണം കേരള ഓട്ടോമൊബൈൽസ്. ഈ കേരളത്തിലെ ബ്യൂറോക്രസികൾക്കും യാതൊരുവിധ കഴിവില്ല, കഴിവുകെട്ടവന്മാരാണെന്നും മാറി മാറുന്ന രാഷ്ട്രീയ നേതാക്കന്മാരും രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും യാതൊരു ക്വാളിറ്റിയും ഇല്ല, അവർക്ക് യാതൊരുവിധ കഴിവുമില്ല, അഴിമതി നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്ഥാനം മാത്രം, അതിനുവേണ്ടി മാത്രമുള്ള ഒരു സ്ഥാപനമാണ് ഈ കേരള ഓട്ടോ. ധാരാളം ഫണ്ട് ഇതിനു വേണ്ടി വിനിയോഗിക്കും. ഓരോ തവണയും കടക്കെണിയിലാകും, വീണ്ടും നമ്മുടെ സാധാരണക്കാരൻ്റെ ടാക്സ് വിനിയോഗിച്ച് വീണ്ടും അതിനെ പൊക്കിക്കൊണ്ടിരും. ഇത് മാത്രമല്ല, ഇതുപോലുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട് കേരള സർക്കാരിൻ്റെ കീഴിൽ. അതെല്ലാം കടക്കെണിയിലാണ്, എല്ലാം കെടുകാര്യസ്ഥതയിലാണ്. അപ്പോൾ അതിന് ഉദാഹരണം എന്തുവാണ്, ഇവിടുത്തെ ബ്യൂറോക്രസികൾക്ക് ഇത് നടത്തിക്കൊണ്ട് പോകാനുള്ള കഴിവ് ഇല്ല, കഴിവുകെട്ടവരാണെന്നുള്ളത്. നേതാക്കന്മാർക്ക് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് ഇച്ഛാശക്തിയോടെ നടത്തിക്കൊണ്ട് പോകാനുള്ള കഴിവില്ലെന്നാണ് അതിന് നമുക്ക് തെളിവാക്കുക. കഴിവില്ലായ്മ അല്ല, പക്ഷേ അഴിമതി നടത്താൻ വേണ്ടി കുറച്ച് സ്ഥാപനങ്ങൾ അവർക്ക് വേണം. അതാണ് അതിലൊരു ഉദാഹരണമാണിത്, മകുട ഉദാഹരണമാണ് ചോദിക്കുന്നത്, കഴിവ് കേടിൻ്റെ മകുട ഉദാഹരണം. ചൈനയിലേക്കാണെങ്കിൽ ഇത് കണക്ക് നടക്കുക. ചൈനയിലൊക്കെ ഇത് കണക്ക് സർക്കാരിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളെല്ലാം ആണ് അടിപൊളിയായിട്ട് അവിടെ വികസന പ്രവർത്തനം നല്ല ഉന്നതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ ചൈനയെ വിട്ട്, അതും സർക്കാരിൻ്റെ കീഴിലാണ് കൂടുതലും ഇതുപോലുള്ള സ്ഥാപനങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അത് പെട്ടെന്ന് ഞാൻ ഓർത്ത് ഈ സർക്കാരിൻ്റെ കീഴിൽ ഉള്ള സ്ഥാപനത്തെക്കുറിച്ച് ഓർത്തപ്പോൾ പെട്ടെന്ന് ഞാൻ ഈ ചൈനയുടെ കാര്യം ഓർത്തു പോയത്. അപ്പം എങ്കിൽ തന്നെ ഇതിപ്പം നമുക്കിവിടെ ഏതെങ്കിലും ഒരു സർക്കാരിനെയോ ഏതെങ്കിലും ഒരു പാർട്ടിയെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. എല്ലാ പാർട്ടിക്കാരും ഇതിലൂടെ ജീവിച്ചു പോണവരാണ്, അഴിമതി നടത്തി ജീവിച്ചു പോണവരാണ്. അല്ലാതെ ബ്യൂറോക്രസിക്കും കഴിവുകെട്ടവരാണെന്നുള്ളത് അവരത് കൃത്യമായിട്ട് അവരുടെ എവിഡൻസാണ്, അതിൻ്റെ മകുടോദാഹരണമാണ്. അപ്പോൾ കഴിവുള്ളവരാണെങ്കിൽ അത് നല്ല രീതിയിൽ നടത്തുമല്ലേ. അപ്പോൾ ബ്യൂറോക്രസിക്ക് അഴിമതി നടത്താൻ വേണ്ടിയുള്ള ഒരു സ്ഥാപനം, നേതാക്കന്മാർക്ക് അഴിമതി നടത്താൻ വേണ്ടിയുള്ള സ്ഥാപനം കൂടെ ഈ കാണുന്നത്. കണ്ടോ, ഇത് മനോഹരമായി കണ്ടോ.